ചെയ്യാൻ അറിയാവുന്ന നീ ഒരാൾക്കെതിരെ തിന്മ ചെയ്താൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ആത്മനിയോഗത്തോട് പറയാ, തിന്മ നിന്റെ വീട്ടിൽ നിന്ന് വിട്ടുമാറുകയില്ല. നമുക്ക് ആമോസിന്റെ പ്രവചനം 5-ാം അധ്യായം 13-14 വചനങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം നമുക്ക് ആരംഭിക്കാം. ആമോസിന്റെ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധിമാന്മാർ ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നു. ഇത് ദുഷ്കാലമല്ലോ, ഇത് ദുഷ്കാലമല്ലോ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ. തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കും. ആമീൻ. നിങ്ങൾ പറയുന്നത് പോലെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. അടുത്തിരിക്കുന്ന ആക്കുന്ന തൊട്ടേശ്വര ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തെക്കാൾ അധികം കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. ഞാൻ ഈ വചന വെളിപ്പാടിലേക്ക് വരികയാണ്. ആമോസ് എന്ന് പറയുന്ന ആമോസ് ഒരു പ്രവാചകനല്ല, അവനൊരു ഇടയച്ചെറുക്കനായിരുന്നു. ഇടയനായിരുന്ന ആമോസിനോട് ദൈവം പറഞ്ഞു, നീ പോയി പ്രവചിക്കാൻ പറഞ്ഞു. സ്തോത്രം. പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ അവൻ 3 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ, ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ആ രാജാക്കന്മാരുടെ കാലയളവിൽ അവൻ പ്രവചിക്കാനായിട്ട് എഴുന്നേൽക്കുകയാണ്. 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പം സ്തോത്രം, യൊരോബെയാം ഇസ്രായേലിന്റെ രാജാവായി വാഴുന്ന സമയത്ത് ആമോസ് പ്രവചിക്കാൻ എഴുന്നേറ്റപ്പം ബെഥേലിലെ പുരോഹിതനായ അമസ്യാവ് സ്തോത്രം ഈ ആമോസിനോട് പറഞ്ഞു, ഇവിടെ പ്രവചിച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് 7-ാം അധ്യായം ഒന്നെടുത്തേ 12 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആമോസിനോട് അമസ്യാവ് എടോ ദർശക യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. യഹൂദാദേശത്തേക്ക് ഓടിപ്പോക്കണം. അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചു. അവിടെ പ്രവചിച്ച് വല്ല സ്വത്രാജ്യം വാങ്ങിച്ച് ജീവിച്ചോണം. ബേഥേലിലോ ഇനിയും പ്രവചിക്കരുത്. ബേഥേലിൽ പ്രവചിക്കരുത്. അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരം. അപ്പം പുരോഹിതൻ പറയുകയാണ്, നീ യഹൂദേ പോയി വേണേ പ്രവചിച്ച് വല്ല ചില്ലറെ മാച്ചു. ഇവിടെ എന്ത് ചെയ്യരുത്. കാര്യം പ്രവചിക്കുന്ന കാര്യം സുഖമുള്ള കാര്യമല്ല. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. എടോ ദർശക, ഒന്നുകൂടെ വായിച്ചിരിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. എടോ ദർശക യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചോ. ബേഥേലിലോ ഇനിയും പ്രവചിക്കരുത്. ബേഥേലിൽ പ്രവചിക്കരുത്. അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. അതിനാമോസ് അമസ്യാവോട് ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പറക്കുന്നവനുമാ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന്. നീ ചെന്ന് പ്രവചിച്ചോളാൻ പറഞ്ഞത് രാജാവല്ല, ദൈവമാണ്. മനസ്സിലായോ? സ്തോത്ര. പുരോഹിതൻ പറയുക, ഇവിടെ പ്രവചിക്കണ്ട, നീ ഇത് രാജാവിന്റെ നഗരം, അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. പറഞ്ഞു, ഞാൻ പ്രവാചകനും ശിഷ്യനും വന്നതല്ല, ഇടയനും കാട്ടത്തിപ്പഴം പറക്കുന്നവനുമാ. ആടിനെ തിരികൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് വന്ന് പറഞ്ഞു, നീ പോയി പ്രവചിക്കാൻ പറഞ്ഞു. അതിന് നീ പറഞ്ഞാൽ ഇത് നിർത്തുകയില്ല. അങ്ങനെ ആമോസ് പ്രവചിച്ച പ്രവചനത്തിനകത്ത് സ്തോത്രം വെളിപ്പെട്ടൊരു ദൂതിനകത്ത് നിന്നോണ്ടാണ് ഇന്ന് അല്പനേരം നിങ്ങളോട് വചനം പറയാൻ പോകുന്നത്. പ്രവാചകൻ പറയുകയാണ്, സ്തോത്രം, ഇത് ദുഷ്കാലമാണ്. എന്താണ്? സ്തോത്രം. ഇംഗ്ലീഷ് ബൈബിളിൽ ഇച്ചിരിക്കുന്ന സാത്താന്റെ പ്രവൃത്തിയുടെ സമയമാണ്. ഇത് ദുഷ്കാലമാകയാൽ ബുദ്ധിമാന്മാർ ഈ കാലത്ത് മിണ്ടാതിരിക്കട്ടെ. ഈ കാണുന്ന എല്ലാത്തിനും കേൾക്കുന്ന എല്ലാത്തിനും മറുപടി പറയരുത്. ചിലതിനൊക്കെ മിണ്ടാതിരിക്കണം. മൗനമാണ് ഏറ്റവും നല്ലത്. വഴക്കുണ്ടാക്കുന്നവരിടയിൽ ജീവിക്കാൻ ഒറ്റ വഴിയുള്ളൂ. എന്തുവാ? നിന്റെ വായിക്കാത്ത കമ്പിട്ട് കുത്തിയാലും നീ മിണ്ടത്തില്ലെന്നൊക്കെ പറയത്തില്ലയോ? അതൊക്കെ ഭയങ്കര ട്രീറ്റ്മെൻറ്റാണ്.
ഈയിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ അടുക്ക വന്നപ്പം അവർ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, എൻ്റെ അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്നാ? ഞാൻ എന്നാ പറഞ്ഞാലും പുള്ളി മിണ്ടത്തില്ല. എന്തോ പറഞ്ഞാലും പുള്ളി മിണ്ടത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, മിണ്ടാൻ പ്രാർത്ഥിക്കാം? അല്ല, മിണ്ടാൻ പ്രാർത്ഥിക്കണ്ട, കാര്യം പുള്ളി പണ്ട് മിണ്ടുന്ന ആളായിരുന്നു. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, അച്ഛാ എന്താ ഈ അമ്മാമ എന്തോ പറഞ്ഞിട്ട് മിണ്ടാത്തെ? എൻ്റെ പൊന്നു മാസ്റ്റർ, മിണ്ടിയ അടി നടക്കും. അപ്പം മിണ്ടാതിരുന്നാൽ അവൾ കുറച്ചു നേരമായിട്ട് വായിട്ട് അലച്ചിട്ട് പുള്ളി എന്നെ ചെവിയിൽ നിന്നൊരു ഇയർഫോൺ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, അവളിത് പറയുമ്പോഴാണ് ഞാൻ അകത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് തലകുളിക്ക് കാണിച്ചോ, അതെല്ലാം കേൾക്കുന്നുണ്ടെന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ചിലതിലൊക്കെ വേദപുസ്തകത്തില് മൗനമായിരിക്കാൻ ദൈവം പറഞ്ഞ ധാരാളം സംഭവങ്ങളുണ്ട്. ഞാൻ ഇനി വചന വെളിപ്പാടിലോട്ട് വരെ. ചില വിഷയത്തിൽ നീ ഒന്ന് മൗനം പാലിക്കണം. ആ മൗനം നീ പാലിക്കുന്നത് ഒരു വലിയ ദൈവപ്രവർത്തിക്കായിരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് നമുക്ക് ബൈബിളിലോട്ട് നമുക്ക് ആ ചിന്തകളൊന്ന് കൊണ്ടുവരാം. സ്തോത്രം, ഹല്ലേലൂയ. 37 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നിന്ന് തുടങ്ങുക. ദൂത് യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കാം. നിങ്ങൾ യഹോവയുടെ മുമ്പിൽ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കാം. നീ മൗനം വീക്ഷിച്ചെന്ന് കരുതി നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടെന്നല്ല. മനുഷ്യകരങ്ങളെല്ലാം നിനക്ക് മുമ്പിൽ ചലിക്കുമ്പോൾ നീ പറയണം, ഞാൻ മൗനം പാലിക്കുന്നത് എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കും. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. അപ്പോൾ അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്ത് പറ, ഇച്ചിരി മൗനത വേണമെന്ന് പറ. ഇച്ചിരിയുടെ നാളെ കയറി പറയാം, ഇച്ചിരി ശാന്തത വേണം ജീവിതത്തിൽ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഉടനെ എല്ലാം കൂടെ കുടഞ്ഞിട്ട് കരയൊന്നും ചെയ്യരുത്. അല്പശാന്തമായിട്ട് നിന്നോ, ദൈവം എന്തോ ചെയ്യാൻ പോവാ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് പറയാം, ദൈവം നിന്റെ ലൈഫിൽ വേറെ ആർക്കു വേണ്ടിയും ചെയ്യാത്ത എന്തോ ഒരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നും മൗനമായിരുന്നു. യെരിഹോവിൻ്റെ പടുകൂറ്റൻ മതില് തലപൊക്കി നിൽക്കുമ്പോൾ യോശുവ എന്ന കരുത്തനായ ലീഡർ പറഞ്ഞു, ഈ മതില് നമ്മൾ ഇടിക്കാൻ പോവാ. അവർ ചോദിച്ചു, എങ്ങനെയാണ് ഇടിക്കുന്നത്? മൗനത കൊണ്ട് ഇടിക്കാൻ പോവാ. സ്തോത്രം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ആരും ചെയ്യാത്ത ചിലത് നീ ചെയ്യാൻ പോവാ. ഇത് എങ്ങനെ കടക്കണമെന്നുള്ള ദൂത യോശുവയ്ക്ക് ദൈവം കൊടുത്തു. 6 ദിവസം എരിഹോവ് ചുറ്റണം, 6 ദിവസവും മിണ്ടരുത്. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റണം, 7-ാം ദിവസവും മിണ്ടരുത്. പക്ഷേ 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റിക്കഴിയുമ്പോൾ 6 ദിവസവും 7 പ്രാവശ്യം ചുറ്റിപ്പം മിണ്ടാഞ്ഞതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മിണ്ടണം. ഹല്ലേലൂയ. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, തിങ്കൾ തൊട്ട് ശനി വരെ മിണ്ടരുത്. ആ മിണ്ടാത്തതെല്ലാം കൂടെ ഞായറാഴ്ച ഇവിടെ വന്ന് മിണ്ടിക്കോളാം. മനസ്സിലായില്ല. പറയുന്ന വാക്കിന് തിരിച്ചു പറയാതെ ഞാൻ നിങ്ങളോടൊരു ദൂത് പറഞ്ഞു തുടങ്ങാം. ജീസസ് പെനീനായുടെ വാക്ക് ഹന്നായെ മുറിക്കുന്നതാ, പക്ഷെ ഹന്ന മിണ്ടത്തില്ല. ഹന്നായിക്ക് മിണ്ടാൻ ദൈവസന്നിധി ഉണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഒരാർപ്പ് വിളി മതി നിന്റെ തടസ്സം പൊഴിഞ്ഞു വീഴാൻ. മനസ്സിലായി തുടങ്ങുന്നുണ്ടോ? ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. വാക്തത്വത്തിൽ കയറ്റത്തില്ലെന്ന് നിന്നോട് വാദിക്കുന്ന ദുഷ്ടശക്തി ഒരു കോട്ട കെട്ടി നിന്റെ മുമ്പിൽ നിന്നാൽ നിന്റെ മൗനതയുടെ മുമ്പിൽ ആ കോട്ട ഇടിയും. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ വാക്തത്വത്തിനെതിരെ തലപൊക്കിയ തടസ്സങ്ങൾ, അത് എരിഹോവായാലും ചെങ്കടലായാലും അത് യോർദാനായാലും, മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ലാ സത്തന ഹസി. ഓ, യേശുവിൻ്റെ നാമത്തിൽ ആമീൻ, സ്തോത്രം. അപ്പം അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തു പറ, ആ തടസ്സങ്ങളൊക്കെ മൗനതയുടെ മുമ്പിൽ തകർന്നു പോകുമെന്ന് പറ. ഇന്ന് അങ്ങനെ പറയാനാണ് നിയോഗം. ദൈവത്തിന് സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യം, യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യം,
യഹോവയുടെ രക്ഷയ്ക്കായി, യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നിങ്ങൾ നല്ലത്. എത്ര പേർ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു രക്ഷ വരുമെന്ന്? അവർ മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ ചിന്തിച്ച പോലെ ഇനിയും കാര്യങ്ങൾ പോകത്തില്ല. ദൈവം ചിന്തിച്ച പോലെ ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. ദൈവം വിചാരിച്ച പോലെ ചില കാര്യങ്ങൾ. യെസ്. ഇനി ഞാൻ അവിടെ നിന്ന് വ്യാഖ്യാനിക്കാൻ പോയാൽ ഈ ദൂത് ഒത്തിരി ഭാഗത്തേക്ക് പോകേണ്ടി വരും. എങ്കിലും സ്തോത്രം, ഒരു വാക്യം കൂടെ ശ്രദ്ധിക്കാം. 46-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. കോരഹപുത്രന്മാർ ചമച്ച സങ്കീർത്തനമാണ്, നമുക്ക് വായിച്ചു കേൾക്കാം. 46-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. കോരഹപുത്രന്മാർ പറയാ 8-ാമത്തെ വാക്യം മുതൽ വായിക്കാം. വരുവീൻ യഹോവയുടെ പ്രവർത്തികളെ നോക്കുവീൻ. വരുവീൻ യഹോവയുടെ പ്രവർത്തികളെ നോക്കുവീൻ. യഹോവയുടെ പ്രവർത്തികളെ നോക്കുവീൻ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, നോക്കി കാണത്തക്ക ചില ദൈവപ്രവർത്തി നിന്റെ കൺമുമ്പിൽ വെളിപ്പെടാൻ സമയമായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവം വലിയ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. റബ്ബ് ഹസ്സി. ആ താടിയുള്ള ആ ബ്രദറോടൊന്ന് കൈവൊക്കി പിടിക്കാം. ഞാനൊരു കാണുന്നത്, ഒരു ദൈവത്തിൻ്റെ ദൂതം വന്ന് നിന്റെ തലയിൽ നിന്ന് നീ ധരിച്ചിരുന്ന ആ റെയിൻ കോട്ട് കാണുമ്പോൾ മഴക്കോട്ടാ, പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ ഇവനെ സൂക്ഷിക്കുക. അല്ല, നിന്നെ മൂടി വെച്ചിരിക്കുക. നിനക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിന്നെ സ്റ്റക്കാക്കി നിന്റെ കഴിവുകളെ മൂടി വെച്ചിരിക്കുക. ശരിയല്ലേ ഞാൻ പറയുന്നേ? അല്ലേ? അല്ലേ? എത്ര നാള് ശ്രമിച്ചിട്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം എന്നും നിന്റെ മനസ്സിൽ ഭയങ്കര ഡിപ്രഷനാ. അല്ലേ? അല്ലേ? അതെ അതെ. ഭയങ്കര അസ്വസ്ഥതയാണ്. ഓരോ ദിവസവും ഓരോ ടൈപ്പുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്ത് വരുന്നത്. എന്നാൽ ഇന്ന് ദൈവം പറയുകയാണ്, നിന്റെ ശരീരത്തുനിന്ന് റെയിൻകോട്ട് ഊരി എറിയുന്ന പോലെ നിന്റെ ശരീരത്തുനിന്ന് ആ കറുത്ത മൂടുപരം, ഓ യേശുവിൻ്റെ നാമത്തില് ഹോളി സ്പിരിറ്റ് ഇതിനകത്ത് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തില് ദൈവദാസനെ അദ്ദേഹത്തിന്റെ വയറെ കൂടെ ഒന്ന് കൈവച്ചു. തൻ്റെ വയറ്റിലൊരു പ്രശ്നമുണ്ട്. ഇതിനകത്തൂടെ ദൈവത്തിന്റെ കരം ചലിക്കുകയാ. ഇതിനകത്ത് ആളിക്കത്തുന്ന തീ പോലെ ചിലരുടെ മേൽ ഇതുവരെ വെളിപ്പെടാത്തൊരു അഭിഷേകം ഇറങ്ങിക്കൊണ്ടിരിക്കുക. എനിക്കറിയത്തിന് ഈ ദൂത് അവസാനിക്കുന്നതിന് മുമ്പ് ഹോളി സ്പിരിറ്റ് നിന്റെ കുടുംബത്തിനകത്ത് യഹോവ നിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ദുഷ്കാലമാണ്. നീ മൗനമായിരുന്നു. എല്ലാത്തിനും മറുപടി പറയരുത്. കാരണം നീ മൗനമായിരുന്നാൽ ദൈവം പ്രവർത്തിക്കും. കോരഹപുത്രന്മാർ പറയുക, അവയിൽ സ്തോത്രം വായിച്ചേ. ആമീൻ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് വായിച്ച വാക്യത്തിൽ, വരുവീൻ യഹോവയുടെ പ്രവർത്തികളെ നോക്കുവീൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നോക്കി കാണത്തക്ക ചില ദൈവപ്രവർത്തി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോവാ. എന്നോട് പറയാ, നോക്കി കാണത്തക്ക. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ്, നോക്കി കാണത്തക്ക ചില ദൈവപ്രവർത്തി എൻ്റെ കൂടാരത്തിൽ എത്താൻ പോവുകയാണ്. ചില ദൈവപ്രവൃത്തി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ഒരിക്കലും നടമാടത്തില്ലെന്ന് പറഞ്ഞ ദൈവപ്രവൃത്തിയെ ഇതാ നിന്റെ കൂടാരത്തിനകത്ത് കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ, കാതുകൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ നിന്റെ കൂടാരത്തിനകത്ത് യേശു ചെയ്യുന്നു. ഓ, ഒന്ന് കൈ ഉയർത്തി, രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എത്രയും ഉയർത്താമോ അത്രയും ഉയർത്തി വാ തുറന്നെന്ന് പറഞ്ഞ്, നോക്കി കാണത്തക്ക ചില ദൈവപ്രവൃത്തി എന്നിലേക്ക് വരുന്നു. ലാലു എന്നെ നോക്കി പറഞ്ഞ, നോക്കി കാണത്തക്ക ചില ദൈവപ്രവൃത്തി നിങ്ങളിലേക്ക് വരുന്നു. ഒന്നുകൂടെ നോക്കി. എനിക്ക് ദൈവം തരുന്ന വാക്കുകളാണ് പറയുന്നത്. ദൈവം എന്നോട് പറയാൻ പറഞ്ഞ വാക്കാണ്. നിന്റെ കുടുംബത്തിൽ ശൂന്യത വരച്ചിട്ടിടത്ത് ഇന്ന് നീ പ്രവചിക്കാൻ പോവുക. ആമോസിനെ പോലെ നോക്കി കാണത്തക്ക.
ആ കൈകളെ വീശി നോക്കി കാണത്തക്ക ഒരു ദൈവ പ്രവൃത്തി എന്റെ കൺമുമ്പിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു വെളിപ്പാടിലൂടെ പറയാം. ചില വീടുകളെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഇന്ന് തെരഞ്ഞെടുക്കാൻ പോവാ. ഞാൻ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ചില വീടുകളെ, അതൊരുപക്ഷെ നിന്റെ വീടായിരിക്കും. ഇത് കേൾപ്പിക്കാനായിരിക്കും നിന്നെ ലൈവിൽ കൊണ്ടുവന്നത്, ഇത് കേൾപ്പിക്കാനായിരിക്കും നിന്നെ യോഗത്തിന് കൊണ്ടുവന്നത്. എനിക്ക് ദൈവം തരുന്നൊരു ബോധ്യം, ചില വീടുകൾക്കകത്ത് വിശ്വസിക്കുവാൻ പറ്റാത്ത ചില ദൈവപ്രവൃത്തി നടക്കുവാൻ പരിശുദ്ധാത്മാവ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് കേരളക്കരയിൽ ഉപയോഗിക്കപ്പെടുന്ന നൂറുകണക്കിന് ദൈവദാസന്മാർ കൂടി ഹൈറേഞ്ചിലൊരു മീറ്റിംഗ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു. ആ മീറ്റിങ്ങിന്റെ 7ാമത്തെ ദിവസം തീരുന്ന ദിവസം ഉച്ചയായപ്പോൾ 100ഓളം ആൾക്കാർ കൂടി വന്ന പാസ്റ്റേഴ്സ് മാത്രമുള്ള ആ മീറ്റിങ്ങിനകത്ത് അസാധാരണ ദൈവമഹത്വം ഇറങ്ങി വന്നു. മഹത്വം ഇറങ്ങി വന്നപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, നിന്നെ ഞാൻ പട്ടണങ്ങളിലേക്ക് അയക്കാൻ പോവുകയാണ്. അന്ന് വരെ ഹൈറേഞ്ച് മതിയെന്ന് പറഞ്ഞ് നിന്ന് ഞാൻ സ്തോത്രം പട്ടണങ്ങളിലേക്ക് അയക്കുമെന്ന് ദൈവം പറഞ്ഞു. പിറ്റേ ആഴ്ചയാണ് കോട്ടയത്ത് ഞാൻ കാലുകുത്തുന്നത് പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ എന്തിനായി ദൂത് നിന്നോട് പറയുന്നത്? ആമീൻ, ഈ ദിവസങ്ങളിൽ നിന്നെ ദൈവ സാന്നിധ്യം പൊതിയണം. നിന്റെ വീടിനകത്ത് പിശാചിട്ട എല്ലാ അന്തരീക്ഷങ്ങളും ഇന്ന് പൊട്ടണം. പായ് ചുരുട്ടി മാറ്റുന്നത് പോലെ നിന്റെ കുടുംബത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആ ദുഷ്ടശക്തികൾ നിന്റെ വീട്ടിൽ നിന്ന് ചുരുട്ടി. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, ഞായറാഴ്ച വെള്ളിയാഴ്ച ഫാസ്റ്റിങ്ങിനും മീറ്റിങ്ങിനും സഭായോഗത്തിനും വരുമ്പോൾ മാത്രമല്ല ഉണർവ്. 24 hours നാം ദൈവസാന്നിധ്യത്തിൽ വസിക്കണം. റെഡിയാണോ നിങ്ങൾ? എങ്ങനെ വസിക്കണം? ദൈവസാന്നിധ്യത്തിൽ. നിങ്ങളുടെ വീടുകൾക്കകത്തെ വാക്കുകളിൽ പോലും എന്ത് വ്യാപരിക്കണം? ദൈവസാന്നിധ്യം വ്യാപരിക്കണം. എത്ര പേര് ഇന്ന് തൊട്ട് മെയിൻറ്റെയിൻ ചെയ്യും? നമ്മൾ പറയുന്ന ഓരോ വാക്ക് നിങ്ങൾക്കറിയാമോ? മനുഷ്യൻ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ തന്നെ മറ്റൊരു വാക്യമുണ്ട്, യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ, നീ നിന്റെ ഡൈനിങ് ടേബിളിൽ പറഞ്ഞത് ദൈവം കേട്ടു, നീ ഫോണിൽ പറഞ്ഞത് ദൈവം കേട്ടു, നീ വീട്ടിൽ പറഞ്ഞത് ദൈവം കേട്ടു, നീ ചിന്തിച്ചത് ദൈവം അറിഞ്ഞു, നീ സംസാരിച്ചു. കേട്ടോ, നീ അവന്റെ മകനായി കഴിഞ്ഞാൽ അപ്പന്റെ നോട്ടം എപ്പോഴും മകന്റെ മേലാണ്. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ്. 24 hours തകർക്കാൻ പറ്റാത്ത ദൈവ സാന്നിധ്യം നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ പിടിച്ചു കെട്ടുവാൻ ഒരു ശക്തിക്കും. രോഗമല്ല വലുത്, നീ പ്രാപിച്ച ദൈവ സാന്നിധ്യം വലുത്. കടമല്ല വലുത്, ദൈവ സാന്നിധ്യം വലുത്. ദൈവ സാന്നിധ്യമുണ്ട് കടം മാറും, ദൈവ സാന്നിധ്യമുണ്ട് രോഗം മാറും, ദൈവ സാന്നിധ്യമുണ്ട് ബന്ധനം അഴിയും, ദൈവ സാന്നിധ്യമുണ്ട് വഴി തുറക്കും. ഞാൻ ആത്മകണ്ണുകളിലൂടെ കാണുക, ചിലരെ മേഘം വന്ന് പൊതിയുന്നത് പോലെ ദൈവസാന്നിധ്യം പൊതിയുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു നിറവോടെ നിന്നെ ഇവിടുന്ന് ദൈവം അയക്കത്തുള്ളൂ. നീ എത്ര വലിയ മാരക രോഗിയാണെങ്കിലും നിന്റെ രോഗത്തിൻ്റെ വൈറസുകൾ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിർവീര്യമായി പോകും. ജീസസ്. എനിക്കറിയത്തില്ല, ഇപ്പോൾ ചില രോഗസൗഖ്യങ്ങൾ ഈ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നിന്റെ ചില വഴിമുടക്കികൾ വഴിമാറാൻ പോകുന്നു. ചില വഴിമുടക്കികൾ കേട്ടോ. യെസ്, ഹോളി സ്പിരിറ്റ് നിന്നെ നിത്യ രോഗിയാക്കി ബന്ധിക്കുന്ന ചില രോഗത്തിന്റെ സ്പിരിറ്റ് ഔട്ട്, 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 കം ഔട്ട്. ഇതിനകത്ത് കൃപാവരം ലഭിച്ചവർ, അന്യഭാഷയിൽ നിറഞ്ഞവർ, അഭിഷേകമുള്ളവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, യേശുവിനെ കണ്ടവർ, പ്രാർത്ഥിക്കുന്നവർ അടങ്ങിയിരിക്കരുത്. ഇത് നിന്റെ സീസണാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്.
ഓ ഹോ ശബലബലബ. നിന്റെ അസ്ഥിക്കകത്തൂടെ ദൈവ സാന്നിധ്യം ഓടട്ടെ. യെസ്, കേടായ അവയവത്തിനകത്തൂടെ. ഹേ രജസി, ഈ സമയത്ത് നിനക്ക് രോഗമുണ്ട്, കൈ ഒന്ന് വെച്ച് പ്രാർത്ഥിച്ചോ. നീ പ്രാർത്ഥിച്ച സൗഖ്യമാകും. നിന്റെ വയറിനകത്ത് അൾസറുകൾ, നിന്റെ ആരുടെ സഹായം വേണ്ട. ഇന്ന് നീ ഹീലാകും. ഇന്ന് നീ ഹീലാകും. ഇന്ന് നീ ഹീൽ. എനിക്ക് കാണാം അസ്ഥികളിൽ വിടുതൽ. എന്നെ ദൈവം കാണിക്കുന്നു. അസ്ഥികൾക്കകത്തൂടെ ഒരു അഭിഷേകം. യെസ്, ഒരു പവർഫുൾ അനോയിന്റിംഗ്. യെസ് യെസ്, ചിലർ സൗഖ്യമാകുന്നു. യെസ്, ചിലർ സൗഖ്യമാകുന്നു. ഇപ്പോൾ ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഹോളി സ്പിരിറ്റ്, ഒരു അസാധാരണ അഭിഷേകം. യെസ്, ഹീലിംഗ് പവർ. യെസ്, സൗഖ്യമാകുന്നു ചിലർ. ഇപ്പോൾ സൗഖ്യമാകണം. ആരും നിന്റെ തല കൈവെക്കണ്ട. നീ സൗഖ്യമാകും. നീ ആ ദൈവ സാന്നിധ്യം, ആ ദൈവ സാന്നിധ്യം, നീ പറയുന്ന പോലെ ദൈവം ചെയ്യും. ആളിക്കത്തുന്ന തീ പോലെ. ഞാനൊരു കാഴ്ച കാണുക. ചിലരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുക. നീ ഇന്നിവിടുന്ന് എഴുന്നേൽക്കുമ്പം നീ സൗഖ്യമായി എന്ന് നീ ശരീരത്തിൽ അറിയും. അത് പറഞ്ഞ് ഞാൻ അവിടെ വിടുവാ. ആന്റി ഒന്ന് കൈപൊക്കി പിടിച്ച്. ജിജിമ, ആന്റിയുടെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുന്നു. കർത്താവ് നിന്റെ അടുക്കൽ വന്ന് നിൽക്കുന്നത് നോക്കിയേ. തീ നിറമുള്ളൊരു കൈ നിന്റെ വയറ്റിലേക്ക് കർത്താവ് വെക്കുക. കാരണം നിന്റെ വയറ്റിൽ നിനക്കൊരു സൗഖ്യം ആവശ്യമാണ്. അത് സംബന്ധിച്ച് ഇച്ചിരി ടെൻഷൻ മനസ്സിലുണ്ട്. ശരിയാണോ? ഇപ്പോ ഈ നിമിഷം നിന്റെ വയറിനകത്ത് ഒരു ഹീലിംഗ്. എനിക്കിവിടെ കാണുന്ന കാഴ്ചകളാണ് ഞാൻ പറയുന്നത്. കർത്താവിൻ്റെ കരം ഇതിനകത്ത് ചലിക്കുക. ഇങ്ങനെ പോയാൽ ഈ വചനം മുന്നോട്ട് പോകത്തില്ല. ഞാൻ ഈ വചനത്തിലോട്ട് വരിക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അപ്പൊ ചില കാര്യത്തിൽ മൗനത നല്ലതാണ്. നമുക്ക് വായിക്കാം സങ്കീർത്തനത്തിലെ വാക്യം. വരുവീൻ, യഹോവയുടെ പ്രവർത്തികളെ നോക്കുവീൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ചു കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. നീ ഒന്നും മിണ്ടാതിരിക്കടാ. ദൈവം ആരാന്നറിയാൻ പോവാ. ഒരാമയും വരുന്നില്ല. ഭൂമിയുടെ അറ്റം വരെ അവൻ ചിലത് നിർത്തൽ ചെയ്യും.
നിനക്ക് നേരെ ചിലർ അഴിച്ചുവിട്ട യുദ്ധം ഭൂമിയുടെ അറ്റം വരെ തമ്പുരാൻ സ്റ്റോപ്പ് ചെയ്യും. വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞ് നീ മിണ്ടാതിരുന്ന് ദൈവം എന്നറിയ. ഒന്ന് തൊട്ടച്ച് പറ, നീ ഒന്നും ചെയ്യണ്ട, ദൈവം എല്ലാം ചെയ്തോളൂ എന്ന് പറ. കാര്യങ്ങൾ പിടിവിട്ടു പോയാൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യരുത്. ഇയ്യോബിന്റെ ജീവിതത്തിന്റെ താളം ഒന്ന് തെറ്റി. ഭയങ്കര സമ്പന്നനായിരുന്നു. ഒരു നിമിഷം കൊണ്ട് നോക്കി നിൽക്കുമ്പോൾ സമ്പത്ത് കത്തിപ്പോയി. നന്മയെ ശത്രു അറുത്തു കളഞ്ഞു, അനുഗ്രഹങ്ങളെ ശത്രു പിടിച്ചോണ്ടുപോയി. 10 മരണം. യോബിന്റെ അവസ്ഥ കണ്ടവർ കമണ്ണു വീണ് കരഞ്ഞെന്ന. എന്നാൽ ഒരു കൂട്ടുകാരൻ വന്ന, കൂട്ടുകാരന്റെ പേര് എലിഹു എന്നാ. അവൻ വന്നേച്ച് 37-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യോബിനോട്, യോബേ യോബേ 37:14 ഞാൻ വായിച്ച അത്ര സുഖം. ഇത് ശ്രദ്ധിച്ചുകൊള്ളുക, ഇത് ശ്രദ്ധിച്ചുകൊള്ളുക. നാട്ടുകാര് പറയുന്നത് ശ്രദ്ധിക്കരുത്, എന്നെ ശ്രദ്ധിക്ക. മിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചുകൊള്ളുക. മിണ്ടാതിരുന്നിട്ട് നിന്റെ മനോമുകുരത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിക്കണം. അതെന്താ കാര്യം? നിന്റെ മൗനത അത്ഭുതത്തെ വിളിച്ചു വരുത്തും. എത്ര പേർ അതിന് ആമീൻ പറയും? ഞാനൊരു വെളിപ്പാട് ഈ വചനത്തിൽ നിന്ന് പറയാം. ഈ ദിവസങ്ങളിൽ നീ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ പോവുക. സ്തോത്രം. കൂട്ടുകാരൻ പറയുക, ഇയ്യോബേ ഇത് ശ്രദ്ധിച്ചുകൊള്ളുക, ഇയ്യോബേ ഇത് ശ്രദ്ധിച്ചുകൊള്ളുക, മിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചുകൊള്ളുക. നാട്ടുകാരോട് മിണ്ടരുത്, ആരോടും മിണ്ടരുത്. നീ നിന്റെ മനസ്സിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിക്കണം. എല്ലാം തീർന്നെന്ന് പറയുമ്പോൾ നീ മനസ്സിൽ പറയണം, എല്ലാം വിളിച്ചു വരുത്തുന്ന ദൈവം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ഇത് നിന്റെ മനസ്സിൽ ചിന്തിക്കണം. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ സാഹചര്യങ്ങൾക്കെതിരെ നീ ചിന്തിക്കണം. ആരുടെ സപ്പോർട്ട് വരാം? നിന്റെ ബെഡ്റൂമിൽ കയറി ചിന്തിക്കണം. വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുക, ഭയങ്കര അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. എത്ര പേർ ചിന്തിക്കും? സൗദിയിലെ രാജാവിനെ കുറിച്ചൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു. സൗദിയിലെ രാജാവ് ഒരു സ്ഥലത്ത് പോയാൽ 1000 പേരടങ്ങുന്ന ഒരു യൂണിറ്റാ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റിനകം ആ വീഡിയോക്കകത്തുണ്ട് ബെഡ്റൂമും ഡൈനിങ് ഹോളും ഒക്കെ ഉള്ള ആ ഫ്ലൈറ്റിനകത്തെ മുഴുവൻ ഫർണിച്ചറും ഗോൾഡാണ്. എന്തിന്? ടിഷ്യൂ വിട്ടുവെക്കുന്ന ടിഷ്യൂ ബോക്സ് വരെ ഗോൾഡാണ്. അദ്ദേഹം ഫ്ലൈറ്റിൽ നിന്നിറങ്ങുന്ന എസ്കലേറ്റർ ഗോൾഡാണ്. താനും തൻ്റെ ഫാമിലി മാത്രം ആ ഫ്ലൈറ്റിൽ പോകും. തനിക്ക് എന്ത് വെള്ളം വേണോ, എന്ത് ഫുഡ് വേണോ അതെല്ലാം കുക്ക് ചെയ്യുന്ന ആൾ ഉൾപ്പെടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. തനിക്ക് സഞ്ചരിക്കേണ്ട ബെൻസ് കാറ്, തൻ്റെ ഗോൾഡ്, ദൈവത്തിന് സ്തോത്രം, എസ്കലേറ്റർ, ഇതുമെല്ലാമായിട്ടും തൻ്റെ ബന്ധുക്കളും മന്ത്രിമാരും അടക്കുന്ന 7 പേര് പാകിസ്ഥാനിൽ പോയ കാര്യം അവർ വീഡിയോയിൽ അവിടെ കാണിച്ചു. പാകിസ്ഥാൻ്റെ ബോർഡറിൽ എത്തിയപ്പോൾ 7 വിമാനങ്ങൾ ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ മേളിലും താഴെയുമായി വെളിപ്പെട്ടു. അദ്ദേഹം ഒരു സമയം പാകിസ്ഥാനിൽ ചെന്നപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു എസ്കലേറ്ററെ കയറിയപ്പോൾ ആ എസ്കലേറ്റർ സ്റ്റക്കായിപ്പോയി. പിന്നെ പുള്ളി സ്റ്റെപ്പ് ഇറങ്ങേണ്ടി വന്നു. പക്ഷെ ഇതിനേക്കാൾ വലിയതായിട്ട് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയാ മോശ ഇറങ്ങിയത്. അപ്പൊ അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹിമ എത്ര വലുതാണെന്ന് സഭയൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാ. ഞാൻ ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം, ചില മൗനത വിജയത്തിന് കാരണമാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ മോശ 40 ലക്ഷം ജനത്തോട് പറയുക, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങളുടെ മൗനത നിങ്ങൾക്ക് വലിയ വിജയം തരാൻ പോവാ. ഒരാമീൻ പറഞ്ഞാട്ടെ. ഇത് ദുഷ്കാലമാകയാൽ നിങ്ങൾ മിണ്ടാതിരിപ്പീൻ,
എന്നിട്ട് അടുത്ത വാക്യത്തിലോട്ട് ശ്രദ്ധിച്ച് ആ വാക്യം പറയാം, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ. ഇനിയിപ്പം നിങ്ങൾ എന്നോട് പിണങ്ങുന്ന കാര്യത്തിൽ വന്നിട്ട് ഇണങ്ങുന്ന കാര്യത്തിലോട്ട് പ്രസംഗം പോകും. യേശുവിനെ കണ്ടൊരു ദൈവ പൈതലിൻ്റെ അകത്ത് എപ്പോഴും നന്മ വസിക്കണം. എന്തുവാ നന്മ? ചില പറയുന്ന വന്നിരുന്ന കൈ അടിച്ചാൽ മതി അനുഗ്രഹമാണ്. വെറുതെയാ. അടിച്ച് നിന്റെ കൈയുടെ ഓരം തേയും, അല്ലാതെ ഒരു ഗുണം ഉണ്ടാകത്തില്ല. കൈന് ഹാബേലും ദൈവത്തെ ആരാധിക്കാൻ പോയി. കൊണ്ടുപോയ യാഗവസ്തു കൊണ്ടൊന്നും അല്ല ദൈവം പ്രസാദിക്കാതിരുന്നത്. കൈനോട് ദൈവം പറയാം, നന്മ ചെയ്യുന്നെങ്കിൽ നിന്റെ യാഗത്തിൽ ഞാൻ. അപ്പൊ അവിടുത്തെ കുഴപ്പം എന്താ? നന്മയുള്ളൊരു ഹൃദയം കൈനില്ല. ആരാധിക്കുമ്പോഴും ഹാബേലിനെ കൊല്ലണം. എന്താതിശയമേ, കൊല്ലണം. ദൈവത്തിന് അവസരം കിട്ടി അവനെ ഒതുക്കണം. ദൈവം പറഞ്ഞ, എടാ മോനെ, നിന്നെ നോക്കി ഒരു പുള്ളി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആളിൻ്റെ പേര് പാപം. അത് നിന്റെ വീടിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പെ കയറിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പെ കയറുന്നതിന് മുമ്പ് നിന്നോട് ദൂത് പറയുക. അനിപ്പാസ്റ്റ് പറഞ്ഞാൽ ഏക്കത്തില്ല. ജോഷി പാസ്റ്റ് പറഞ്ഞാൽ ഏക്കത്തില്ല. ജോണി പാസ്റ്റ് പറഞ്ഞാൽ ഏക്കത്തില്ല. തമ്പുരാൻ പറഞ്ഞു, നിങ്ങളെല്ലാം മാറി നിൽക്കും, ഞാൻ ഡയറക്റ്റ് ഇറങ്ങിയിട്ട് പറയുക, പാപം വാതുക്കലെത്തി. നീ കീഴടക്കിയില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് നിന്നെ അവൻ കീഴടക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ ഈ ദൂതനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇവിടുത്തെ സന്ദേശം? ശ്രദ്ധിച്ചു കേട്ടോണം. ഹല്ലേലൂയ. ആമേൻ. നന്മയുള്ളൊരു ഹൃദയം. ചോദ്യം, സ്നാനത്തിൽ മുങ്ങിയാൽ നന്മയുണ്ടാവുമോ? സ്തോത്രം. ഹല്ലേലൂയ. സ്നാനപ്പെട്ട നന്മയുണ്ടാവുമോ? പറ. സ്നാനപ്പെട്ട പലർക്കും എന്തില്ല? ഹൃദയത്തിൽ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, ഹൃദയത്തിൽ നന്മയുണ്ടോ? ചിരിച്ചോണ്ട് ചോദിച്ച. നന്മയില്ലേലും ഹൃദയത്തിൽ നന്മയുണ്ടോ? അത് മോനെ ഒന്ന് കൈതാടാ. എനിക്കാരും ഹൃദയത്തിൽ നന്മയുണ്ടോ? എന്നോട് ചോദിച്ച്. ചോദിക്കണ്ടേ? ഹൃദയത്തിൽ നന്മയുണ്ടോ? എൻ്റെ പാസ്റ്റർ, ഞാൻ ഭയങ്കര അഭിഷേകമാണ്, അന്യഭാഷ. അതല്ല ചോദ്യം. ഹൃദയത്തിൽ നന്മയുണ്ടോ? കൈനെ നിന്റെ ആരാധന കൊള്ളാം, കയ്യടി കൊള്ളാം, കീബോർഡ് കൊള്ളാം, ഡ്രംപാട് കൊള്ളാം, പാട്ട് കൊള്ളാം, അന്യഭാഷ കൊള്ളാം, പക്ഷേ നന്മയുള്ള ഹൃദയമില്ല. വലിയ കുഴപ്പമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി കൈയടിക്കാൻ അറിയത്തില്ലേലും നന്മയുള്ള ഹൃദയം ഉണ്ടോ, നീ വിജയിച്ചു. എന്തുവാ ഇനി നന്മയുള്ള ഹൃദയം? അത് പഠിപ്പിക്കാൻ പോയാ 1-2 ആഴ്ച കൊണ്ടൊക്കെ പഠിപ്പിക്കാം. ഈ റോമർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 3-ാം സ്വർഗം വരെ പോയ പുള്ളി തിരിച്ചു വന്നേച്ചൊരു ദൂത് പറഞ്ഞു ഈ റോമിലെ സഭയോട്. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്ര പ്രവർത്തിക്കുന്നു. ചെറിയൊരു ട്രാൻസ്ലേഷൻ പ്രശ്നമുണ്ട്, ഞാനത് മനസ്സിലാകുന്ന ഭാഷ. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും ഇച്ഛിക്കാത്ത തിന്മ എന്നിൽ ഇങ്ങനെ അങ്ങ് വന്നു പോവുക. ഈ നമ്മൾ ചില കാര്യം ചെയ്യത്തില്ലെന്നൊക്കെ തീരുമാനിച്ചാലും പിറ്റേ ആഴ്ച അറിയാതെ നമ്മളങ്ങ് അന്നേരം പിന്നെയും വന്ന് നമ്മൾ പറയും, കർത്താവെ രക്തം കൊണ്ട് കഴുകണം. നീ പറയുമ്പോഴെല്ലാം കർത്താവ് ഇങ്ങനെ സർവ്വിശേഷം പോലെ അടിച്ച് കാറ് കഴുകുന്ന പോലെ കഴുകിക്കൊണ്ടിരിക്കുകയൊന്നും അല്ല. അതൊക്കെ നമ്മുടെ ചുമ്മാ ബാലിശമായ ചിന്തകളാണ്. അങ്ങനൊന്നും അല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ഹല്ലേലൂയ. അപ്പം നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും എന്ത് ചെയ്യുക? ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുക. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്ര പ്രവർത്തിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കണം. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുക, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മ ഞങ്ങളിൽ അങ്ങ് വന്നു. എൻ്റെ ബ്രദറെ, ഇന്നലെ വൈകിട്ട് 5 മണി എന്നൊരു സമയമുണ്ടല്ലോ, അത് 5 മണിയോ, അന്നേരം വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു, ഈ വഴക്കിനെല്ലാം പോകാതിരിക്കായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അപ്പം നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ഈ സദൃശ്യവാക്യത്തിലെ ഒരു വാക്യം വായിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് ശരിയാവും. സദൃശ്യവാക്യം 17-ാം അധ്യായം 13-ാമത്തെ വചനം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. കെനസൻ നമ്മളോട് കുഴപ്പമുണ്ടോ? വേണ്ട, ലാലുവിനെ പിടിക്കുക. കെനസിന് ചിലപ്പോൾ ഫീലിംഗ് വല്ലതും ഉണ്ടായെങ്കിൽ ഞാൻ ലാലും കൂടെ അമ്മ നല്ല ടേംസിലാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിൽ. പുള്ളി പറഞ്ഞ് എന്തോത്തിന് എന്നെ വിളിച്ചോളാനാ,
ദേഹോ മോൻസി എന്നോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആമേ. ഒരുത്തൻ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിച്ചേ. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നെങ്കിൽ, ഈ ലാലുവാണ് എനിക്ക് നന്മ ചെയ്യേണ്ട സ്ഥലത്ത് ഈ പുള്ളി ഇല്ലാത്ത തിന്മ എനിക്ക് ചെയ്യുക. അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. എന്നാൽ ലാലുവിന്റെ വീടിനെ തിന്മ എന്ത് ചെയ്യത്തില്ല? മനസ്സിലാകാനാ പറയുന്നത്. ലാലുവിന് എനിക്ക് നന്മ ചെയ്യാൻ പറ്റിയാൽ നന്മ ലാലുവിന്റെ വീടിനെ വിട്ടുമാറത്തില്ല. പക്ഷെ നന്മ ചെയ്യാൻ അറിയാവുന്ന നീ ഒരാൾക്കെതിരെ തിന്മ ചെയ്താൽ, ജ്ഞാനിയായ ശലോമോൻ ആത്മനിയോഗത്തോട് പറയാ, തിന്മ നിന്റെ വീട്ടിൽ നിന്ന് വിട്ടുമാറുകയില്ല. അപ്പൊ അങ്ങനെയാണെ വിട്ടുമാറാത്ത ചിലതാ നിന്റെ വിഷയം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം പ്രവാചകൻ പ്രവചിക്കുന്നതെന്ന് കേട്ട് ദൈവത്തിന് സ്തോത്രം. ഒറ്റ വാക്ക് വായിച്ചാൽ മതി. യെശയ്യാ 1:17. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. മതി. നന്മ ചെയ്യാൻ പഠിപ്പീൻ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച്, കേട്ടായിരുന്നോ എന്ന് ചോദിച്ചേ. എന്തോ കേട്ടെ? നന്മ ചെയ്യാൻ. ഒന്ന് പറ, വാ തുറന്ന്. നന്മ ചെയ്യാൻ. അപ്പം നന്മ ചെയ്യാൻ പഠിക്കണോ? നീ പഠിച്ച പുസ്തകത്തിലെ സ്തോത്രം കാര്യം ഇവിടെ വർക്കാകത്തില്ല. ഇവിടെ വരണേ ഞങ്ങളൊരു കാര്യം വചനത്തിൽ കൂടെ പഠിപ്പിക്കും. അതെന്താ? നന്മ ചെയ്യാൻ പഠിക്കണം. ഒരാമയും വരുന്നില്ല. ഈ നന്മയെല്ലാം വരുന്നത് എവിടുന്നാണെന്നറിയോ? ഹൃദയത്തിൽ നിന്ന്. എന്തുവാ? ഹൃദയശുദ്ധിയുള്ളവർ. ഒരാൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? കൈ പൊക്കിയെന്നല്ല, വെള്ളത്തിൽ മുങ്ങിയെന്നല്ല, അവൻ്റെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടായി. എന്തുവാ? ഞാൻ ഇന്ന് തിരുവല്ല സഭയെ ചോദിച്ചു, നമ്മളാന്നേ സിഗരറ്റ് വലിക്കുന്നതിന് കത്രിമശ കൊടുക്കുമോ? പറ. പക്ഷെ കൊടുക്കുമോ? പക്ഷേ കൊടുക്കത്തില്ല. കള്ള് കുടിക്കുന്നതിന് കത്രിമശ കൊടുക്കുമോ? ഇല്ല. പക്ഷെ നുണ പറയുന്നതിന് കൊടുക്കുമല്ലോ. കത്രിമശം കൊണ്ട് പോകുമ്പോളേ, ഇന്നലെ ശാസ്ത്രത്തോടെ വെച്ച് പുള്ളി സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നുണ്ട്. കിണസ് കത്രിമശം കൊണ്ട് ചെല്ലുമ്പോൾ ബ്രദർ എടുക്കാതിരിക്കുന്നല്ലേ പറയത്തില്ലേ ലാലി പാസ്റ്റർ? അല്ലേ? പക്ഷെ കല്ല് വെച്ച നുണ പറഞ്ഞേച്ചിരുന്നാലും അച്ഛാ, അയോഗ്യമായി തൊട്ടാ രോഗിയാകും, തട്ടിപ്പോന്ന വീട്ടിൽ എഴുതിയേക്കുന്നു. കിട്ടി. സ്വോത്രമൊക്കെ പോയോ? ഞാൻ പറഞ്ഞില്ലേ, വിഷമിക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. ഇനിയും ജീവിപ്പിക്കുന്ന കാര്യം പറയാൻ പോവാ. അപ്പൊ ഇവിടെ എന്താ ദൂത്? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇച്ചിരി ഗഹനമായിട്ട് പഠിച്ചു പോയാലേ പറ്റത്തുള്ളൂ. കാരണം നന്മ ചെയ്യാൻ പഠിക്കണം. സഭ എന്ത് ചെയ്യാൻ പഠിക്കണം? നന്മ ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ പഠിക്കാൻ റെഡി ചെയ്യാമോ? ബൈബിളിലോട്ട് വരാം. ദൈവത്തിന്റെ സ്തോത്രം. ഇനി ലൂക്കോസിന്റെ സുവിശേഷം എങ്ങനെ നന്മ ചെയ്യാൻ പഠിക്കുന്ന? ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ലൂക്കോസ് 6:35. യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ. കെനസെനിക്ക് എപ്പോഴും കൈ തരും. കെനസെനിക്ക് എപ്പോഴും എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. അതുകൊണ്ട് എന്തോ നന്മ എനിക്കുണ്ടെങ്കിലും കെനസിന് ഞാൻ ചെയ്യും. ഗുണമില്ല. നന്മ ചെയ്യാൻ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ശത്രുക്കൾക്ക് നന്മ ചെയ്യണം. ഭയങ്കര പാടാണ്. നിന്നെ ഏറ്റവും കൂടുതൽ അപവാദം പറയുന്ന ആൾക്ക് ഒരു 100 രൂപ സ്വത്രാഴ്ച അയച്ചു കൊടുക്കണം. ഉണ്ടെന്നില്ലല്ലോ. നിന്നെക്കൊണ്ട് മോശമായിട്ട് പറയാം, അച്ഛാ സ്തോത്രം, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചിട്ട് പോവാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശത്രുക്കൾക്ക് നന്മ ചെയ്യണം. ഇനി ഗലാത്യ സഭയോട് പൗലോസ് പഠിപ്പിച്ചൊരു കാര്യം കൂടെ പറഞ്ഞേച്ച് ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ദൈവം കൂടെ ഇരിക്കുമെന്ന് വെളിപ്പെടുത്താൻ പോവുക. സ്തോത്രം. 6-ാം അധ്യായം 9-ാം വാക്യം. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. ഒന്ന് തൊട്ടേ ചോര. നന്മ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം മടുക്കല്ലെന്ന് പറ. മടുപ്പ് വരാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇപ്പൊ ഞാന് കെനസിന് കുറെ നന്മ ചെയ്യാൻ പോവാ. ഇതുവരെ ചെയ്തില്ല കേട്ടോ, പക്ഷെ ചെയ്യാൻ പോവാന്നേ. ഭയങ്കരമായിട്ട് ചെയ്യാൻ പോവാ. ചെയ്യുമ്പോഴെല്ലാം കെനസ് എന്നെ എപ്പോഴും കാണുമ്പം പറയുവാണ്, ഫസ്റ്റ് കൊള്ളാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പക്ഷേ നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? മടുക്കാൻ പാടില്ല. തൊട്ടച്ച് പറ, മടുക്കല്ലെന്ന് പറ. നന്മ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളെ കൊണ്ട് ഇത് പറയിക്കുന്ന എന്തിനാണെന്നറിയാം? വീട്ടിൽ ചെന്നാലും ഇത് കാണാതെ പഠിക്കാനാ. എന്ത് ചെയ്യത്തില്ല? നന്മ ചെയ്യുന്ന കാര്യത്തിൽ എന്ത് ചെയ്യരുത്? മടുക്കരുത്. നിങ്ങൾ തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ
അവസരം കിട്ടും പോലെ, ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസിക്കും നന്മ ചെയ്യുക. ചിലരാണ് ലോകത്തിൽ എവിടെ വേണേലും കൊണ്ട് കൊടുക്കും, പക്ഷെ സഹവിശ്വാസിക്ക് കൊടുക്കത്തില്ല. പിള്ളേരും മിണ്ടുന്നില്ലല്ലോ. ഇവിടെ ഒരാള് എന്നോട് പറഞ്ഞു, ഞാൻ വസ്ത്രവിതരണം നടത്താനായിട്ട് ഈ മൈസൂർക്ക് പോകുന്നിടത്ത് പോവാ. ആ വീട്ടിലെ ജോലി ചെയ്യുന്ന ആൾ എന്നോട് പറഞ്ഞു, ഞാൻ 2 കൊല്ലമായിട്ട് ജോലി ചെയ്യുക, ഇന്ന് വരെ എനിക്കൊരു പുതിയ ഉടുപ്പ് വാങ്ങിച്ചു തന്നിട്ടില്ല. കടയിൽ പോയി ഉടുപ്പെല്ലാം കൂടെ വാങ്ങിച്ചോണ്ട് എവിടെ പോവാ? മൈസൂറിൽ പോവാ കൊടുക്കാൻ. ചേട്ടാ മിണ്ടുന്നില്ല. വീടില്ലാത്ത ഒരാൾക്ക്, സഹവിശ്വാസിക്ക് കൂടെ വീടില്ല, ആ പുള്ളിക്ക് വെച്ചു കൊടുക്കത്തില്ല. വെച്ചു കൊടുക്കുന്ന ഒരു ടീമിനെ കൊടുത്തിട്ട് താക്കോൽ തന്നെ ഇങ്ങനെ കൊടുക്കുക. കൃപയാൽ ചാക്കോച്ചൻ ഒരു വീട് വെച്ചു, ചാക്കോൽ എല്ലാവരും കാങ്ങ കൊടുക്കുന്നു. ചെയ്യരുത്. ഒരു വീട് വെച്ചു കൊടുക്കാൻ ദൈവം നിന്നെ ഉപയോഗിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് ആ വീട്ടുകാരനെ വിളിച്ച് ചാവി കൊടുക്കണം. ഒരു പരസ്യവും കൊടുക്കരുത്. ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതെല്ലാം നന്മയുള്ള ഹൃദയത്തിൽ നിന്നുണ്ടാകണം. ആമോസ് പ്രവചിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ, അടുത്ത കേട്ടോണം, നിങ്ങൾ പറയുന്ന പോലെ യഹോവ ചെയ്യാൻ പോവാ. ഒരാമയും വരുന്നില്ല. ഈ ദൂത ഞാൻ പറയാൻ വെച്ച സമയം പോയെങ്കിലും ഞാൻ പറയൂ, ആ മെസ്സേജ് നിർത്തേണ്ട നേരമായി. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്ത് പറയാം, നീ പറയുന്ന പോലെ ദൈവം ചെയ്യും. ഇന്ന് ഈ വാക്യത്തിന് എത്ര പേർ ആമയും പറയാൻ പറ്റും? നീ വിശ്വസിച്ച പോലെ, നീ പ്രാർത്ഥിച്ച പോലെ, നീ പറഞ്ഞത് എനിക്ക് ബൈബിളിൽ എടുത്താ പൊങ്ങാത്തൊരു വാക്യം കൊണ്ട് എടുക്കണമെന്ന് വെച്ചാൽ, മോശ പറഞ്ഞ പോലെ യഹോവ ചെയ്തു. ഒരാമയും വരുന്നില്ല. എന്തോ മോശ, എനിക്ക് നിങ്ങൾ എന്നെ നോക്കണം. ഓക്കെ, എനസിനെ എങ്ങനെയാ പറയുന്നത്? മോൻസിയാ പറയാം. മോൻസി പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. ഈ ബോക്സ് എടുത്ത് അങ്ങോട്ട് മാറ്റടാ. അത് പറയാൻ എനിക്ക് പവറില്ല, പക്ഷെ മോൻസിയെ കൊണ്ട് ബോക്സ് എടുപ്പിക്കാം. മോൻസി മോനെ, ചക്കരക്കൂട്ട, നീ എൻ്റെ സ്വന്തം ഇല്ലയോടാ. എടാ എനിക്ക് നടുവയ്യാടാ, ഈ ബോക്സ് ഒന്ന് മാറ്റാമോ? 5 ബോക്സ് വിളി മാറ്റും. ചിലർ പറയാൻ ദൂതനോട് കൽപ്പിക്കുന്ന അവിടെ ഒരു പരിപാടി നടക്കുകയില്ല. പക്ഷെ ഞാൻ ഈ സ്നേഹിച്ച പോലെ കർത്താവിനെ നീ ലവ് ചെയ്താൽ, നീ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതുമെല്ലാം നീ പറയുന്ന പോലെ ദൈവം ചെയ്തു തരും. വിശ്വാസമുണ്ട്. രാമിയും പറഞ്ഞാട്ട് ഞാനിത് എന്തിനാ ഇവിടെ കാണിച്ച? നിങ്ങൾക്കറിയാം, നമ്മൾ ചുമ്മാ ഒരു മൈക്ക് പിടിച്ചുകൊണ്ട് നീ പറയുന്ന പോലെ ദൈവം ചെയ്യാൻ പോവാ, ഗ്ലോറി വിക്ടർ എന്ന് ഇവിടെ ചാടാതെ ഇത് കാണിച്ചത് എന്തിനാന്ന് ചോദിച്ചാ മനസ്സിലായോ? ഹല്ലേലൂയ. നീ കർത്താവിനെ ലവ് ചെയ്താൽ, പൗലോസിന്റെ ഭാഷ കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത്, ബാക്കി കണ്ണ് നിന്റെ നാട്ടുകാർ കണ്ടിട്ടില്ല, നിന്റെ വീട്ടുകാർ കണ്ടിട്ടില്ല, പ്രവചിച്ചവർ കണ്ടിട്ടില്ല. അതിനേക്കാൾ വലുതാണ് നിനക്ക് ഒരുക്കി വെച്ചേക്കുന്നേ. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. ബാക്കി പറയോ, ഒരു മനുഷ്യന്റെ, ഒന്നുകൂടെ പറഞ്ഞു, ഒരു മനുഷ്യന്റെ. കോട്ടയംകാർക്ക് ഇച്ചിരി ശബ്ദമൊക്കെ ആയി വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നീ പറയുന്ന പോലെ ദൈവം ചെയ്യും. ഞാൻ ഇനി ഒരു വെളിപ്പാട് പറയാം. നിന്റെ ജീവിതം ഒരത്ഭുതമാകാൻ പോകും. ഞാൻ പ്രവചിച്ചു പറയുക, ഇന്നത്തെ വചന വെളിപ്പാട് നിന്നുകൊണ്ട് ഒരു പരിശുദ്ധാത്മ നിന്റെ ജീവിതം ഒരത്ഭുതമാകാൻ പോവുക. നിന്റെ ദേശക്കാർ നോക്കി കാണാൻ പോവുക. നീ പറയുന്ന പോലെ, നീ പ്രാർത്ഥിക്കുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ച പോലെ എനിക്ക് ഒത്തിരി കാര്യം ദൈവം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കൊച്ചു കാര്യം പറയാം. എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല, പൊതുവെ പറയാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ അതിന് കുറച്ച് കാര്യം ഞാൻ പറയാം.
ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട നമ്മുടെ മിനിസ്റ്ററോട് ബന്ധപ്പെട്ട ഒരു ഓഫീസറെ എനിക്ക് കാണണം. എൻ്റെ ചാർട്ടർ അക്കൗണ്ടന്റ് പറഞ്ഞു ആ ഓഫീസറെ പേപ്പർ കൊടുത്താലും റിജക്റ്റ് ചെയ്യും. എൻ്റെ ചാർട്ടർ അക്കൗണ്ടന്റ് ഒരു ഹിന്ദുവാണ്. പക്ഷെ പുള്ളി പറഞ്ഞു പാസ്റ്റർ പ്രാർത്ഥിച്ചോണ്ട് എന്നാലേ പുള്ളിയെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പുള്ളിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു പാസ്റ്ററാണ്, അതിന് ഞാനെന്തോ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു മിനിസ്ട്രി നടത്തുവാണ്, അതിൻ്റെ ഒരു പേപ്പറിൻ്റെ കാര്യത്തിന് സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? പറ്റത്തില്ല, അങ്ങനൊന്നും കാണാൻ പറ്റത്തില്ല, എനിക്ക് വേണ്ടി ഒന്നും നടക്കത്തില്ല. പേര് ഞാൻ എഴുതി വെക്കാം. പേരെഴുതിയപ്പം അനി ജോർജ്, KPS മനോഹർ യോഗം നടത്തുന്ന പാസ്റ്ററാണോ? അതെ. എന്നെ അറിയത്തില്ലയോ? ഇല്ല, മിനിഞ്ഞാന്ന് സ്നാനപ്പെട്ടപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. നീ പറയുന്ന പോലെ ദൈവം ചെയ്തു. പിറ്റേന്ന് രാവിലെ ആ കാര്യം തമ്പുരാൻ ചെയ്തു തന്നു. ഞാൻ എൻ്റെ 1000 അനുഭവം പറയാം. നീ പറയുന്ന പോലെ, നീ പ്രാർത്ഥിക്കുന്ന പോലെ. ഇതൊരു വിജയത്തിന്റെ സഭായോഗമാ, ഇതൊരു അത്ഭുതത്തിന്റെ സഭായോഗമാ. നീ പറയുന്ന പോലെ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ, കൈയടിക്കുന്നവരല്ല, ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ, ഹൃദയത്തിൽ സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്തോ. നിന്റെ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ നീ പറയുന്ന പോലെ. ഒരു വിശ്വാസം പറഞ്ഞിട്ട് നമുക്ക് എഴുന്നേക്കാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അടുത്ത 3 മാസത്തിനകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം എൻ്റെ വീട്ടിലിറങ്ങി വരും. കൈ ഉയർത്തി ഒന്ന് പിടിച്ചേ, 2 കൈ ഉയർത്തി പിടിച്ചേ, എന്നിട്ട് വാ തുറന്നൊന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ, ഞാൻ വിശ്വസിക്കുന്ന പോലെ. ഇല്ല, ശബ്ദം പോരാ. ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ, ഞാൻ വിശ്വസിക്കുന്ന പോലെ, ഞാൻ ഉപവസിക്കുന്ന പോലെ, ഞാൻ കരയുന്ന പോലെ എനിക്ക് വേണ്ടി അടുത്ത 3 മാസത്തിനകം ദൈവം ചിലത് ചെയ്യാൻ പോവാ. കൈകളെ വീശി ഒന്ന് പറഞ്ഞ ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ, ഞാൻ ഉപവസിക്കുന്ന പോലെ, ഞാൻ കരയുന്ന പോലെ യേശു എനിക്ക് ആ കാര്യം ചെയ്തു തരും. എനിക്ക് നിർത്താൻ മനസ്സൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ നിർത്തുന്നത്. നീ പറയുന്ന പോലെ ദൈവം